അപ്പം മരണാനന്തര കർമ്മങ്ങൾ നടത്തി മൂസാ നബിനെ ഖബറടക്കുന്ന ഒരു വേദമാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല തൂര് സീനാ പർവ്വതത്തിൽ വെച്ച് നൽകിയത് എന്ന് പറയുന്നത് ഒരന്തമുള്ള ഒരാളും വിശ്വസിക്കൂല, വേദങ്ങളെ പറ്റി പരിചയമുള്ള ഒരാളും അംഗീകരിക്കൂല. ക്രിസ്ത്യാനികൾ ഈ പറയുന്ന ഈ വേദഗ്രന്ഥങ്ങളെ നോക്കി ഒരാളും മൂസാ നബി അലൈഹിസ്സലാമിനും ഈസാ നബി അലൈഹിസ്സലാമിനും നൽകപ്പെട്ട ഇഞ്ചീലാണത്, തൗറാത്താണിത് പറയില്ല. പുതിയ വേദഗ്രന്ഥങ്ങളാണ് എന്ന് വെച്ചാൽ ബഹുഭൂരിഭാഗവും അതിലുള്ളത് ഇന്നാൾ എഴുതിയതാണ്. അതിൽ തന്നെ ഉണ്ട്. ഓരോ ഗ്രന്ഥത്തിലും ഇന്നാൾ എഴുതിയാണ്. മത്തായി എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്ന എഴുതിയ സുവിശേഷം, 4 വേദം. ബാക്കി അധികവും അപ്പോസ്തലനായ പൗലോസ് ഇന്ന നാട്ടുകാർക്ക്, അന്ന നാട്ടുകാർക്ക്, മറ്റേ നാട്ടുകാർക്ക് കൊടുത്ത കത്തുകൾ. അപൂർവം ചിലതൊക്കെ മറ്റേ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ പോലുള്ള ചില സമാഹാരങ്ങൾ. ഇതാണ് വാസ്തവത്തിൽ പുതിയ വേദങ്ങൾ. ഇതൊന്നും തന്നെ മൂസാ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ തൗറാത്തും ഇഞ്ചീലുമല്ലെന്ന് വളരെ സുവ്യക്തമാണ്. അവരുടെയൊക്കെ കാലശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വിരചിതമായതാണ് എന്നു തന്നെ മനസ്സിലാക്കുക. എങ്ങനെ വന്നാലും 1-2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വിരചിതമായതാണ് പുതിയ നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാം. അത് സംബന്ധമായ പഠനങ്ങൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് സുവിശേഷങ്ങളുടെ ചരിത്രങ്ങൾ അറിയുകയും ചെയ്യാം. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ തെറ്റിദ്ധാരണ വരുമെന്നതുകൊണ്ടാണ് ഞാൻ അകറ്റാൻ വേണ്ടിയിട്ട് അത് സംബന്ധിച്ച ഒരു ചെറു വിവരണം നൽകുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകി എന്ന് ഖുർആൻ പറയുന്ന വസ്തുത തൗറാത്ത് മാലൂമാണിത്. എല്ലാവർക്കും അനിവാര്യമായും അറിയുന്ന കാര്യമാണ്. മുസ്ലിം അമുസ്ലിം ഭേദമില്ലാതെ തന്നെ അറിയപ്പെടുന്ന ഒരു കാര്യമാണിത്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീല് നൽകി എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനും മൂസാ നബി അലൈഹിസ്സലാം നൽകിയിട്ടുള്ള ഇഞ്ചീലും തൗറാത്തും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആൻ പോലെ ഘട്ടം ഘട്ടമായി അവസരാവസരങ്ങളിലായി ആ 2 പ്രവാചകന്മാർക്കും അവതരിച്ചിട്ടുള്ള മൊഴികളല്ല, തന്നെ ഗ്രന്ഥമായി തന്നെ നൽകപ്പെട്ടതാണ്. അതാണ് ഖുർആൻ അതിനുപയോഗിക്കുന്ന ഭാഷ. തൗറാത്തിനെ അൻസൽന, ഇഞ്ചീലിനെ അൻസൽന എന്നിങ്ങനെയാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇറക്കിയതുപോലെയല്ലത്. തൗറാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ വിശദമായി തന്നെ വാൽക്കൽ അൽവാഹ, തൗറാത്തിന്റെ പലകകളെ, അതിൻ്റെ ഏടുകളെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ദേഷ്യം പിടിച്ചപ്പോ നിലത്ത് വെച്ചു എന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വെച്ചു എന്ന് മാത്രമല്ല, അത് തൻ്റെ കയ്യിൽ നിന്ന് വീണപ്പോ അത് പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അപ്പോ തൗറാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമായി തന്നെയാണ് നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ നൽകപ്പെട്ട തൗറാത്ത് ഇന്ന് നിലവിലുണ്ടോ? പൂർവ്വവേദങ്ങൾ എന്ന പേരിൽ പറയാൻ ഒരിക്കലുമില്ല. കാരണം പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ക്രിസ്ത്യാനികൾ വേദമാക്കി വിശ്വസിച്ചു വരുന്ന, അംഗീകരിച്ചു വരുന്ന ഏതാനും ഗ്രന്ഥങ്ങളുടെ ആകത്തുകയാണ് വാസ്തവത്തിൽ ബൈബിളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജൂതന്മാർക്ക് ആ വേദങ്ങളുമായി ബന്ധമില്ലെന്നാണ് അവർ പറയുന്നത്. ക്രിസ്ത്യാനികളാണ് ഈ 2 തരം വേദങ്ങളും വേദങ്ങളായി, പൂർവ്വവേദങ്ങൾ എന്ന രീതിയിൽ പഴയ നിയമവും തങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ട പുതിയ നിയമവും എന്ന പേരിൽ ക്രിസ്ത്യാനികളാണ് വാസ്തവത്തിൽ ഈ ബൈബിളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ ഗ്രന്ഥങ്ങളെയും ചുമക്കുന്നവർ, അതിനെ വഹിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും. ജൂതന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥമാണ് വാസ്തവത്തിൽ തൗറാത്ത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പുള്ളതാണത്. ആ തൗറാത്ത് ഇന്നതാണെന്ന് ജൂതന്മാർ പറയുന്നില്ല. ജൂതന്മാർക്ക് അങ്ങനെ ഒരു വേദഗ്രന്ഥവും അവരവകാശപ്പെടുന്നില്ല. അവരിപ്പോൾ അവകാശപ്പെടുന്നത് മശനാന്നും മറ്റും പറയുന്ന ചില ഗ്രന്ഥങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ വായിച്ചാൽ കിട്ടുന്നത്. മൊത്തത്തിൽ അവരവരുടെ വേദങ്ങൾ പുറത്ത് നൽകില്ല, പുറത്ത് ആർക്കും കൊടുക്കൂല. മാത്രമല്ല അവർ മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർക്ക് വേണ്ടി മാത്രം
യജമാനനായ റബ്ബ് നൽകിയതാണ്, യഹോവയായ ദൈവം നൽകിയതാണ് തൗറാത്ത് എന്നാണ്, വേദം എന്നാണ് അവരുടെ വിശ്വാസം. ആ നിലക്ക് മറ്റാരെയും അവരുടെ ദീനിലേക്ക് അവർ കൂട്ടൂല, ക്ഷണിക്കൂല, പ്രബോധനം ചെയ്യൂല. അപ്പൊ വേദമോ മറ്റെന്തെങ്കിലും നിയമങ്ങളോ അവർക്ക് മറ്റാർക്കും കൈമാറേണ്ട ആവശ്യവുമില്ല. അതാണ് ഇന്നത്തെ ജൂതന്മാരുടെ അവസ്ഥ. ആ വംശത്തിന് വേണ്ടി മാത്രമുള്ള മതം, ആ വംശത്തിന് വേണ്ടി മാത്രമുള്ള വേദം. അപ്പൊ ആ വേദത്തെ ഈ മോക്ഷ സിദ്ധാന്തക്കാർ കാണാനിടയില്ല, കണ്ടിരിക്കാനോ വിലയിരുത്തിയിരിക്കാനോ ഇടയില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഗന്ധമാണ് അവരവരുടെ വേദഗന്ധമായി പറയുന്നത് എന്ന് അവർക്ക് പോലും അവകാശവാദവും ഇല്ല. എന്നിരിക്കെ ജൂതന്മാരുടെ വേദം കൂട്ടാൻ വയ്യ. പിന്നെ ഇപ്പൊ വേദം എന്ന നിലയിൽ പറയുന്നത് ഖുർആൻ അംഗീകരിക്കുന്ന വേദക്കാർ എന്ന പേരിൽ വിളിക്കുന്നവരുടെ കയ്യിലുള്ളത് ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള വേദങ്ങളാണ്. അവരവരുടെ ബൈബിൾ, പഴയ നിയമം എന്ന പേരിൽ, ഓൾഡ് ടെസ്റ്റ്മെന്റ്സ് എന്ന പേരിൽ അവർ വിളിക്കുന്ന ആ പഴയ നിയമത്തിൽ ഏതാനും പുസ്തകങ്ങൾ 40-40 പരം ഗ്രന്ഥങ്ങൾ ആ പുസ്തകങ്ങളിലുണ്ട്. അത്തരം പുസ്തകങ്ങളിൽ ഇന്ന് നിലവിലുള്ള ബൈബിളുകളിൽ ഒരു 3/4 ഭാഗവും ഈ പഴയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളാണ്. അതിലിപ്പോ തോറ എന്ന പേരിൽ അറിയപ്പെടുന്നത് വാസ്തവത്തിൽ 5 പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി, തക്വീൻ, പുറപ്പാട്, ഖുറൂജ്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇങ്ങനെ 5 പുസ്തകങ്ങൾക്കാണ് തോറ എന്ന് പറയുക. അപ്പൊ നമ്മൾ തോറാത്ത് എന്ന് പറയുന്നത് അതാണ്. തോറ എന്ന് പറഞ്ഞാല് സാരം എന്നർത്ഥത്തിലുള്ള ഒരു വാക്കാണ് തോറ. അപ്പൊ സാരം എന്ന പേരിൽ അറിയപ്പെടുന്ന തോറ എന്ന പേരിൽ അവർ വിശേഷിപ്പിക്കുന്നത് 5 പുസ്തകങ്ങൾ. ഇത് മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഗന്ധമല്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഈ 5 പുസ്തകങ്ങളിലെ ആവർത്തനം എന്ന പുസ്തകത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ ഖബറടക്കിയത് വരെയുള്ള മരണാനന്തര കർമ്മങ്ങളടക്കമുള്ള വിവരങ്ങൾ വിവരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകപ്പെട്ട ഗന്ധത്തിൽ മൂസാ നബിനെ ഖബറടക്കൂലല്ലോ, മൂസാ നബിന്റെ മരണകർമ്മങ്ങൾ നടത്തൂലല്ലോ. അപ്പം മരണാനന്തര കർമ്മങ്ങൾ നടത്തി മൂസാ നബിനെ ഖബറടക്കുന്ന ഒരു വേദമാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല തൂര് സീനാ പർവ്വതത്തിൽ വെച്ച് നൽകിയത് എന്ന് പറയുന്നത് ഒരന്തമുള്ള ഒരാളും വിശ്വസിക്കൂല, വേദങ്ങളെ പറ്റി പരിചയമുള്ള ഒരാളും അംഗീകരിക്കൂല. തോറ എന്ന പേരിൽ അതാണുണ്ട്. പിന്നെ നബിയും, പ്രവാചകന്മാർക്ക് തുബീം, കുത്തുബുകൾ എന്ന പേരിലൊക്കെ പറയുന്ന ഏതാനും ഗ്രന്ഥങ്ങൾ. ഇതാണ് പഴയ നിയമങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ. ക്രിസ്ത്യാനികൾ ഈ പറയുന്ന ഈ വേദഗ്രന്ഥങ്ങളെ നോക്കി ഒരാളും മൂസാ നബി അലൈഹിസ്സലാമിനും ഈസാ നബി അലൈഹിസ്സലാമിനും നൽകപ്പെട്ട ഇഞ്ചീലാണത്, തൗറാത്താണിത് പറയില്ല. പുതിയ വേദഗ്രന്ഥങ്ങളാണ് എന്ന് വെച്ചാൽ ബഹുഭൂരിഭാഗവും അതിലുള്ളത് ഇന്നാൾ എഴുതിയതാണ്. അതിൽ തന്നെ ഉണ്ട്. ഓരോ ഗ്രന്ഥത്തിലും ഇന്നാൾ എഴുതിയാണ്. മത്തായി എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്ന എഴുതിയ സുവിശേഷം, 4 വേദം. ബാക്കി അധികവും അപ്പോസ്തലനായ പൗലോസ് ഇന്ന നാട്ടുകാർക്ക്, അന്ന നാട്ടുകാർക്ക്, മറ്റേ നാട്ടുകാർക്ക് കൊടുത്ത കത്തുകൾ. അപൂർവം ചിലതൊക്കെ മറ്റേ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ പോലുള്ള ചില സമാഹാരങ്ങൾ. ഇതാണ് വാസ്തവത്തിൽ പുതിയ വേദങ്ങൾ. ഇതൊന്നും തന്നെ മൂസാ ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല നൽകിയ തൗറാത്തും ഇഞ്ചീലും അല്ലെന്ന് വളരെ സുവ്യക്തമാണ്. അവരുടെയൊക്കെ കാലശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വിരചിതമായതാണ് എന്നു തന്നെ മനസ്സിലാക്കുക. എങ്ങനെ വന്നാലും 1-2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വിരചിതമായതാണ് പുതിയ നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാം. അത് സംബന്ധമായ പഠനങ്ങൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് സുവിശേഷങ്ങളുടെ ചരിത്രങ്ങൾ അറിയുകയും ചെയ്യാം. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ തെറ്റിദ്ധാരണ വരുമെന്നതുകൊണ്ടാണ് ഞാൻ അകറ്റാൻ വേണ്ടിയിട്ട് അത് സംബന്ധിച്ച് ഒരു ചെറു വിവരണം നൽകുന്നത്. അപ്പൊ തോറ എന്ന പേരിൽ അറിയപ്പെടുന്ന അവർ വിളിക്കുന്ന ആ തോറ പോലും മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയതാണെന്ന് വിശ്വസിക്കാനോ അങ്ങനെ പറയാനോ ഒരിക്കലും അവകാശമില്ലാത്ത തരത്തിലുള്ള തെളിവുകൾ അതിൽ തന്നെ ധാരാളമുണ്ട്.
അബദ്ധങ്ങള്, പിഴവുകള്, തെറ്റുകള് അമ്പിയാക്കന്മാരിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വരാൻ ഒരിക്കലും പാടില്ലെന്ന് ആരും പറയുന്ന നെറികേടുകൾ, വൃത്തികേടുകൾ, മദ്യപാന കഥകള്, പൊലാട്ട് കഥകള്, ഇതൊക്കെയാണ് വാസ്തവത്തിൽ ആ വേദങ്ങളുടെ ഉള്ളടക്കം വായിച്ചാൽ. ഇതൊന്നും മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ ഉള്ള പരാമർശങ്ങളല്ലെന്ന് വളരെ സ്പഷ്ടമാണ്. ഇതാണ് ഇപ്പൊ വേദക്കാരുടെ വേദം എന്ന പേരിൽ നിൽക്കുന്നത്. പിന്നുള്ളത് ഹിന്ദു മതക്കാരായ ഇവിടുത്തെ ആളുകൾ പറയുന്ന വേദങ്ങളാണ്. ആ വേദങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വന്നാലും ഇന്ന നബിക്ക് നൽകി എന്ന് പറയാൻ ഒരു തെളിവില്ലല്ലോ. ഏതെങ്കിലും നബിമാർക്ക് വന്നതായിരിക്കാനോ അതിന്റെ മൊഴികൾ പഠിച്ചിട്ടുള്ള മഹർഷിമാർ എഴുതിയിരിക്കാനോ സാധ്യതയുള്ള പലതും ആ കൂട്ടത്തിലൊക്കെ കാണാം. അവർ മഹർഷിമാരൊന്നും വലിയ പണ്ഡിതന്മാരൊന്നും ഭക്തന്മാരൊന്നും അല്ലെങ്കിൽ ദൈവങ്ങളും ദൈവാവതാരങ്ങളും എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ വലിയ പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരിക്കാം എന്ന സാധ്യത ഒഴിച്ചു നിർത്തിയാൽ നിലവിൽ ഹിന്ദുക്കളുടെ വേദങ്ങളൊന്നും ഇന്ന നബിക്ക് നൽകിയതാണ്, ഇന്ന നബിയിലൂടെ ദൈവം തമ്പുരാൻ നൽകിയതാണ് എന്ന് ആർക്കും വാദമില്ല. പിന്നെ എങ്ങനെയാ അതിന് വേദം എന്ന് പറയാ? അള്ളാഹു അവതരിപ്പിക്കുന്നതിനാണല്ലോ വേദം എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു അവതരിപ്പിക്കുന്ന വേദങ്ങളായി ഇവിടെ നിലവിലുള്ളത് പൂർവ്വ വേദങ്ങൾ എന്ന പേരിൽ പറയപ്പെടുന്ന ഇസ്ലാമിന് മുമ്പുള്ള വേദങ്ങളിൽ ഒരൊറ്റ എണ്ണം ശേഷിക്കുന്നില്ല തെളിവോടുകൂടെ. അതിനെയൊക്കെ ഖുർആൻ ശരിവെക്കുന്നു എന്നൊരിക്കലും ഖുർആൻ പറയില്ലല്ലോ. അതിനെയൊക്കെ ശരിവെക്കാൻ അപ്പൊ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞ എന്താ പറഞ്ഞ് 15 ഇടങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് പൂർവ്വവേദങ്ങളെയും പ്രവാചകന്മാരെയും സത്യപ്പെടുത്തുന്നതാണ് ഈ വേദഗ്രന്ഥമെന്ന്. അത് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞ മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മുസദ്ദിഖൻ തസ്ദീഖൻ ലിമാ ബൈന യദൈഹി തസ്ദീഖൽ കിതാബ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളുടെ പരിഭാഷ, അതിന്റെ നേർപരിഭാഷ അങ്ങനെ തന്നെ വായിച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന അബദ്ധങ്ങളാണ്. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളെയോ മുസ്ലിം ഉമ്മത്തിന്റെ സർവ അംഗീകാരമുള്ള ഖണ്ഡിതമായും അനിഷേധ്യമായും തെളിഞ്ഞിട്ടുള്ള ലറൂരിയായി മഅലൂമായി അറിയപ്പെടുന്ന വസ്തുതകളെ മുഴുവൻ നിരാകരിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ആ പരാമർശം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ മൗലികമായിട്ടുള്ള അതിമൗലികമായിട്ടുള്ള കാര്യങ്ങൾ നിഷേധിച്ചാൽ കാഫിറായി തീരുന്ന കാര്യങ്ങളെ വിലയിരുത്താനുള്ള മാനദണ്ഡം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീനിന്റെ ഭാഗമാണെന്ന് സർവത്ര അനിഷേധ്യമായി അറിയപ്പെടുന്ന സത്യങ്ങൾ എന്നാണ്. ആ സത്യങ്ങളിൽപ്പെട്ടാൽ അതിനെ നിഷേധിച്ചാൽ അത് സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും മറ്റേതെങ്കിലും നിഷിദ്ധമാണെങ്കിലും അതിനൊക്കെ നിഷേധിച്ചാൽ അപ്പോഴാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. ഖുർആനിൽ പറഞ്ഞു, ഹദീസിൽ പറഞ്ഞു എന്ന ഓരോ പറഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ ഇതലപ്പതിന്റെ സ്ഥിതി. ഒരു പരിഭാഷക്കാരൻ ഒന്ന് പറയും, വേറൊരു പരിഭാഷക്കാരൻ വേറൊന്ന് പറയും. ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയ പരിഭാഷയിൽ ഒന്നും കാണാത്തതാണ് ഇപ്പൊ ഈ മോക്ഷ സിദ്ധാന്തക്കാരൻ പറയുന്ന പരിഭാഷ. അപ്പൊ ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞു എന്ന് പറയാനും ഹദീസിൽ പറഞ്ഞു എന്ന് പറയാനും ഇടയുള്ള വാക്കുകളാണ്, അതിന് പറ്റുന്ന വാക്കർത്ഥങ്ങളാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും ഭാഷാർത്ഥങ്ങൾ പ്രകാരം അതിനർത്ഥം നൽകിയാൽ കിട്ടുക എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയപ്പെടുന്ന ആശയങ്ങളൊക്കെയും ഖണ്ഡിതാശയങ്ങളല്ല, സത്യസന്ധമാണെന്ന് അനിഷേധ്യമായി അറിയപ്പെടുന്ന സർവത്ര തെളിഞ്ഞിട്ടുള്ള ദറൂറത്തുമാലുമായ ആശയങ്ങളല്ല. അവയിൽ നിന്നും ദറൂറത്തുമാലുമായി മനസ്സിലാക്കപ്പെടുന്ന ആശയങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും അടിസ്ഥാന തത്വം. നിഷേധിച്ചാൽ കാഫിറാകുന്ന മൗലിക തത്വം. ഇത് വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ വിശുദ്ധ ഖുർആനിന്റെ മുൻപുള്ള വേദഗ്രന്ഥങ്ങളെയെല്ലാം വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടു കൂടെ പ്രാബല്യത്തിൽ നിന്നും ഒഴിച്ചു നിർത്തിയിരിക്കുന്നു എന്ന കാര്യം വളരെ സുവ്യക്തമാണ്. അത് വിശുദ്ധ ഖുർആനിൽ നിന്നും അറിയപ്പെട്ട അനിഷേധ്യമായി അറിയപ്പെട്ടിട്ടുള്ള ലറൂറത്തുമാലുമായ സത്യങ്ങളിൽപ്പെട്ട വസ്തുതയുമാണ്. എന്തെന്നാൽ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത്,
ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖത്മുൻ നുബുവ, ഖാത്തമുൻ നബിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും, ഖാത്തമുൻ നബിയിനായ നബി തങ്ങൾക്ക് അന്ത്യഗ്രന്ഥം വേദം എന്ന നിലയിൽ അവതരിച്ചതാണ് വിശുദ്ധ ഖുർആൻ എന്നതും അനിഷേധ്യമായി അറിയപ്പെട്ട സത്യമാണല്ലോ. അത് നിഷേധിച്ചാൽ കാഫിറാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകരാണെന്നതിനെ നിഷേധിച്ചാൽ കുഫർ വരും. അതുകൊണ്ടാണല്ലോ ഖാദിയാനികൾ മുസ്ലിമീങ്ങളെല്ലാം നമ്മൾ പറയുന്നത്. അങ്ങനെ വരുന്ന അന്ത്യപ്രവാചകരായ മുത്തനബിയുടെ ഖത്മുൻ നുബുവത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ചിട്ടുള്ള വേദം അന്ത്യഗ്രന്ഥമാണെന്ന് പറയുന്ന ആ സത്യവും അംഗീകരിക്കുന്നതോടുകൂടെ തന്നെ അതിനു മുൻപുള്ള വേദങ്ങളൊക്കെ അപ്രാബല്യത്തിലാകുന്നു, അതൊന്നും ഇന്ന് അവലംബിക്കാൻ പറ്റുന്നതല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അത് ന്യായമായും മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഇത് ഇസ്ലാമിൽ അറിയപ്പെട്ട, ഇസ്ലാമിനെ പറ്റി അമുസ്ലിമീങ്ങൾക്ക് പോലും അറിയുന്ന പരമസത്യവുമാണ്. കാരണം ഇസ്ലാം എന്ന് എന്തായാലും ഇതിന്റെ മുൻപുള്ള മതങ്ങളെപ്പറ്റി ലോകരാരും പറയില്ലല്ലോ. നമ്മൾ മാത്രമല്ല, അതത് മതത്തിന്റെ ആളുകൾ പോലും പറയില്ലല്ലോ ഇസ്ലാം എന്ന്. ക്രിസ്ത്യാനികൾ പോലെ മതത്തെപ്പറ്റി ഇസ്ലാം എന്ന് പറയും, ജൂതന്മാർ അവരുടെ മതത്തെപ്പറ്റി ഇസ്ലാം എന്ന് പറയും, ഹിന്ദുക്കൾ അവരുടെ മതത്തെപ്പറ്റി ഇസ്ലാം എന്ന് പറയും. ഇല്ല. ഇപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സത്യദീൻ അവരുടേതൊന്നുമല്ല. സത്യം എന്ന് അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന ദീൻ അവരുടേതൊന്നുമല്ല എന്ന വസ്തുത സർവലോകാംഗീകൃതമാണ്. ഇതിനാർക്കും തർക്കമില്ല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ വ്യക്തമായ ആശയത്തിലുള്ള ഒരു വ്യക്തമായ പ്രസ്താവനയല്ല. ഇന്ന ദീന, നിശ്ചയം, ദീൻ എന്ന പേരിൽ, മതം എന്നാണല്ലോ ഇപ്പം എല്ലാവരും ഇതിനെ പരിഭാഷപ്പെടുത്തുന്നത്. അത് തന്നെ പറഞ്ഞുവിടായൊന്നുമില്ല. അത് മതത്തൊന്നുകൂടി വിപുലപ്പെടുത്തി കട്ടിയൂട്ടി കനകൂട്ടണമെന്നേ ഉള്ളൂ. അപ്പൊ മതം എന്ന് പറയുന്നത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമായത് അൽ ഇസ്ലാം, ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദീൻ മാത്രമാകുന്നു എന്ന് പറയുന്ന വസ്തുത വളരെ ഖണ്ഡിതമായി ഉറപ്പിച്ചു പറയുന്ന പ്രഖ്യാപനമല്ലേ വിശുദ്ധ ഖുർആന്റെ ഈ പ്രഖ്യാപനം. ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനം ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്ത മറ്റൊന്നിനെ ദീനായി ആരെങ്കിലും ഒരാൾ അന്വേഷിച്ചാൽ ആ അന്വേഷിച്ച അയാളിൽ നിന്ന് ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നതും വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറയുന്ന പ്രസ്താവനയാണ്. അതിന്റെ ആശയവും സ്പഷ്ടമാണ്. ഇസ്ലാം മാത്രമാണ് സത്യം, സത്യദീൻ, അതല്ലാത്തതെല്ലാം അസത്യമാണ്, അല്ലെങ്കിൽ സത്യദീൻ എന്ന് പറയാൻ പറ്റാത്തതാകുന്നു എന്ന് ഈ ആയത്തുകളുടെ ആശയം വന്നത് സാർവത്രികമായി അറിയപ്പെട്ട, അമുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും അറിയപ്പെട്ട, എല്ലാവരും അംഗീകരിക്കുന്ന തത്വമാണ്. ഒരു മതക്കാരും അവർ ഇസ്ലാമാണ് എന്ന് പറയുന്നില്ല. എന്നിരിക്കെ ഈ പറയുന്ന ആയത്ത് വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാലോ വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് നിയോഗിക്കപ്പെട്ടത്? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. അല്ലാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുദൂതരാക്കി അയച്ചിരിക്കുന്നത് ബിൽ ഹുദാ, നേരുമായി അയച്ചിരിക്കുന്നു. വദീനിൽ ഹഖ്, അതായത് സത്യദീനുമായി അയച്ചിരിക്കുന്നു. എന്തിന്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, ദീൻ എന്ന പേരിൽ അറിയുന്ന എല്ലാ ദീനിനെയും അതിജയിച്ചുകൊണ്ട് സത്യദീൻ എന്ന ഇസ്ലാം നിലനിൽക്കാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, വിശുദ്ധ ഇസ്ലാം ദീനല്ലാത്ത മറ്റെല്ലാ ദീനിനെയും അതിജയിച്ച് നിർത്താനും അതിനെ ജയിപ്പിച്ചു നിർത്താനും അതിൻ്റെ അപ്പുറമുള്ളതെല്ലാം പരാജയപ്പെടേണ്ടതും കീഴ്മേൽ പോകേണ്ടതും അടിയിൽ പോകേണ്ടതുമായ ദീനാകുന്നു എന്ന് വരുത്താനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അയക്കുന്നത്. ഇതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? മോക്ഷ സിദ്ധാന്തക്കാരന്റെ തർക്കമുണ്ടോ? മറ്റാർക്കെങ്കിലും തർക്കമുണ്ടോ? ലോകത്തൊരാളും തർക്കിക്കൂല. ഖുർആൻ അതാണ് പറയുന്നത്. സ്വീകാര്യമല്ലാത്തവരുണ്ടാകാം, ഖുർആന്റെ ഭാഷ സ്വീകരിക്കാൻ കഴിയാത്ത മറ്റു മതസ്ഥരുണ്ടാകാം. പക്ഷെ ഖുർആൻ പറയുന്ന അതാണ്, ഇസ്ലാം മാത്രം സത്യം, ഇസ്ലാം അല്ലാത്ത ഒന്നും സത്യമല്ല എന്നാ ഖുർആൻ പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിരിക്കെ ഇത് പറയാനായി വന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയുന്ന, ഉറപ്പിച്ച് ഖണ്ഡിതമായി പ്രഖ്യാപിക്കുന്ന വേദം, അതിന്റെ മുമ്പിറങ്ങിയിട്ടുള്ള വേദങ്ങളെയൊക്കെ ശരിവെക്കാനായിട്ട് ഇറങ്ങിയതാണ്. അതൊക്കെ സത്യമാണ് എന്ന് പറയാൻ, നിങ്ങളൊക്കെ അതിനെ കുടിച്ചുകൊള്ളി എന്ന് പറയാനായിട്ട് വന്നാന്ന് പറഞ്ഞാൽ ഇത് ചിരിക്കാൻ വക നൽകുന്ന ഒരു തമാശ നിലയിലപ്പുറം ഇതിൽ സത്യത്തിന്റെ ഒരു അംശവുമില്ല തീർച്ചയായും പറയാൻ.
ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുതയാണ്. മറ്റൊരു വസ്തുത, ഇസ്ലാമിന് മുൻപ് യഹൂദികൾക്കാവട്ടെ ക്രിസ്ത്യാനികൾക്കാവട്ടെ നൽകപ്പെട്ട വേദങ്ങളിലുള്ള നിയമം ഇസ്ലാമിനെ പോലെ സമ്പൂർണമല്ല. എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി പ്രതിപാദിക്കുന്നതല്ല, എല്ലാ മണ്ഡലങ്ങളിലേക്കും വെളിച്ചം വീശുന്നതല്ല എന്ന് പറയുന്ന സത്യവും എല്ലാവർക്കും അറിയാം. അത് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുമുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങൾക്കായി ഞാനിതാ ഇന്ന് ഹജ്ജത്തുൽ വദായിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ചിട്ടുള്ള സൂക്തമാണിത്. ഇത് അവതരിച്ചിട്ടുള്ളത് അറഫയിൽ നിന്നാണെന്നും മിനായിൽ നിന്നാണെന്നും ഒക്കെ വളരെ വ്യക്തമായി ഹജ്ജിന്റെ നാളുകളിൽ അവതരിച്ചതിനെ സംബന്ധിച്ച് അറിയാം. ആ നിലക്ക് ഇത് അവതരിച്ചിട്ടുള്ള ആ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് അവതരിച്ചിട്ടുള്ളതായ ആ സൂക്തത്തിൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് മാത്രമാണ് പരിശുദ്ധ ദീനിനെ സമ്പൂർണമാക്കി ഞാൻ തന്നിട്ടുള്ളത് എന്ന് വെച്ചാല് അന്ത്യനാൾ വരേക്കും ഇനി അതിൽ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമോ കുറയ്ക്കേണ്ട ആവശ്യമോ ഇല്ലാത്ത വിധം സമ്പൂർണമാക്കിയത് പരിശുദ്ധ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട വേദം ഇന്നേ ആവുന്നു എന്നാ പറയുന്നത്. ഇസ്ലാമ ദീന, നിങ്ങൾക്ക് മാത്രമായി ഞാൻ ഇസ്ലാമിനെ ദീനായി പൊരുത്തപ്പെട്ടു എന്നാണ്. നബിന്റെ ഉമ്മത്തിന് മാത്രമായി. ഇതടിസ്ഥാനത്തിൽ നബിന്റെ ഉമ്മത്തല്ലാത്തവർക്ക് നൽകപ്പെട്ടിരുന്ന ദീനുകളെയൊന്നും ഇസ്ലാം എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റില്ല എന്ന് പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നുണ്ട്. അവൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ജീവിതത്തിന് ഇസ്ലാം എന്ന് പറയാമെങ്കിലും അവരെ മുസ്ലിം എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ മൊത്തം ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കാൻ പോലും പറ്റില്ല എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലും നിരവധി ആയത്തുകളുടെ അടിസ്ഥാനത്തിലും സമർത്ഥിച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പോ ഇസ്ലാമിന്റെ മുൻപുള്ളതിനെ നമ്മൾ വയതിൽ പറഞ്ഞതിന്റെ മാതിരി പൊതു ഇസ്ലാമാണ് എന്ന് പോലും പറയാൻ പറ്റാത്തതാണ് സ്ഥിതിവിശേഷം. ഏതായാലും ഒരു മതക്കാരും ഞങ്ങളെ മതം ഇസ്ലാമാണെന്ന് അവകാശപ്പെടുന്നവരില്ലെന്നത് പരമസത്യമാണല്ലോ. എന്നിരിക്കെ ഇസ്ലാം മാത്രമാണ് സത്യം, ഇസ്ലാമാണ് എല്ലാറ്റിനെയും ജയിച്ചു നിൽക്കേണ്ടത് എന്ന് സമർത്ഥിക്കുന്ന അതിനായി നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതീർണമായ ഖുർആൻ ഇതിന്റെ മുൻപുള്ള വേദങ്ങളിൽ പറയുന്നതൊക്കെ സത്യമാകുന്നു എന്ന് പറയാൻ വാസ്തവത്തിൽ ഇടയില്ലല്ലോ. ശരിയാ. അപ്പൊ 10-15 ആയത്തുകളിൽ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വാദം വാസ്തവത്തില് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളൊക്കെ എടുത്തു വെച്ചിട്ട് ക്രിസ്ത്യാനികൾ സമർത്ഥിക്കുന്ന ഒരു രീതിയാണ്. ഞങ്ങളെ വേദമൊക്കെ സത്യാന്നാ ഖുർആൻ പറയുന്നത്. ഫാദർ എന്ന് പറയുന്ന ഫാദർ എഴുതിയ മീസാനുൽ ഹഖ് എന്ന ഗ്രന്ഥം മഹാനായ റഹ്മത്തുള്ളാഹി ഖലീൽ തങ്ങൾ, മഹബൂബുല്ലാഹ് മുഹാജിർ മക്കി തങ്ങൾ അവറുകൾ ഇൽഹാറുൽ ഹഖ് എന്ന ഗ്രന്ഥം എഴുതാൻ ഇടയാക്കിയിട്ടുള്ള മീസാനുൽ ഹഖ് എന്ന ഗ്രന്ഥം, ആ മീസാനുൽ ഹഖ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. കണ്ട ഖുർആന് ഞങ്ങളെ വേദമൊക്കെ ശരിയാണെന്ന് പറഞ്ഞു, ഞങ്ങളെ വേദമൊക്കെ സത്യമാണെന്ന്. ഇതൊക്കെ ആവാം ഈ സഹോദരന്മാരെ ആകർഷിച്ചതും ഈ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിച്ചതും. നോക്കിയാൽ വേഗം കിട്ടും. ഇന്നിപ്പോ ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങൾ ഇത്തരം പുസ്തകങ്ങൾ ധാരാളം ഇറക്കുന്നുണ്ട്. ഖുർആനിൽ പറയുന്ന നമ്മള് മഞ്ചേരി ആസ്ഥാനമാക്കി വന്നിരുന്ന ബിഷാറ സംഘങ്ങൾ ആയത്തുകൾ തന്നെ എഴുതിക്കൊണ്ട് ഇത് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴും കേരളത്തിലെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ, ഞാനിഞ്ഞ് കേന്ദ്രം പറഞ്ഞാണ്ട് ഓരോരുത്തർ വായിക്കാനും വിൽക്കാനും അറിയാനും പോണ്ടാന്ന് എഴുതിയിട്ട് പറയുന്നതുള്ളൂ, പല കേന്ദ്രങ്ങളിൽ നിന്നായി അടിച്ചിറക്കുന്ന പല പുസ്തകങ്ങളിൽ നമ്മളെ ഖുർആനിൽ ഓല വേദങ്ങളൊക്കെ ശരിയാ പറയണത്. ഇതിങ്ങനെ വായിച്ച് മോക്ഷ സിദ്ധാന്തക്കാരൻ ആ അബദ്ധം വിശ്വസിച്ചിരിക്കാം. പക്ഷെ ബാക്കി കാര്യങ്ങൾ ഖുർആൻ പറയുന്നിടത്ത് ബുദ്ധിമുട്ട് വരുമോ പ്രയാസം വരുമോ എന്ന് ആ പാവം ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇതങ്ങനെ വലിയ വായയിൽ പറയാണ്. പുതിയതായി പോന്നു, അപ്പൊ പുതിയ കുറെ ആളുകളെ കിട്ടും എന്ന് കരുതുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ വാസ്തവത്തില് ഇത് ക്രിസ്ത്യാനികൾ പറയുന്നൊരു വാദമാണ്. എന്നാൽ പോലും ഖുർആൻ ശരിവെക്കണമെങ്കിൽ അത് തന്നെ ഒന്ന് ചിന്തിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കിക്കൊടുത്ത തൗറാത്ത് ഇന്നുണ്ടോ ഇല്ലേ, നിലവിലുണ്ടോ ഇല്ലേ? ഇന്നേതായാലും ക്രിസ്ത്യാനികൾ കൊണ്ടുനടക്കുന്ന അതല്ല എന്നുള്ളത് വളരെ പരമസത്യമാണ്. അതെവിടെയും ആർക്കും തെളിയിക്കാൻ പറ്റുന്ന പരമാർത്ഥവുമാണ്. അതേസമയം
ഇവർ പുറത്തു വിടാത്ത തരത്തിൽ തൗറാത്തുണ്ടോ തൗറാത്തിന്റെ അഹ്ലുകാരിൽ? ഇഞ്ചീലുണ്ടോ ഇഞ്ചീലിന്റെ അഹ്ലുകാരിൽ? നമുക്കറിയില്ല. ഈസാ നബി അലൈഹിസ്സലാം വന്നാലേ സത്യം തിരിയുള്ളൂ. ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ മൂപ്പര് പുറത്തിറക്കുന്ന ഉറപ്പാ. ഇല്ലെങ്കിൽ പിന്നെ പോവുകയും ചെയ്യാലോ, നശിപ്പിച്ചു എന്ന് പറയാലോ. ഒരു വസ്തുതയുണ്ട്, വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിൽ പറയുന്ന ഒരു വസ്തുത, വേദക്കാര് അവരുടെ ഗന്ധങ്ങളെ തഹ്രീഫ് ചെയ്തിരിക്കുന്നു, മാറ്റിമറിച്ചിരിക്കുന്നു, അലങ്കോലപ്പെടുത്തിയിരിക്കുന്നു, കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഉള്ളത് കുറച്ചിട്ടുണ്ട്, പദങ്ങൾ മാറ്റിയിട്ടുണ്ട്, സ്ഥാനവ്യത്യാസം വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. സ്വന്തം കൈകൊണ്ട് വേദങ്ങൾ എഴുതി ഇത് അള്ളാഹ് ഇറക്കിയ വേദമാണ് എന്ന് അവകാശവാദം ഉന്നയിച്ച് വ്യാജം പറയുന്നു. ഈ വസ്തുതകളൊക്കെ ഖുർആനിലെ ആയത്തുകളിൽ വ്യക്തമായുണ്ട്. ഇതൊക്കെ ഏത് ഗ്രന്ഥക്കാരൻ വായിച്ചാലും ഏത് പരിഭാഷ വായിച്ചാലും കാണും ചെയ്യും. സാധാ പരിഭാഷ വായിച്ചാൽ തന്നെ കാണും. കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ചുരുക്കിയിട്ടുണ്ട്, പദമാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പദങ്ങൾക്ക് സ്ഥാനവ്യത്യാസം വരുത്തിയിട്ടുണ്ട്, സ്വന്തം കൈകൊണ്ട് വേദങ്ങൾ എഴുതിയിട്ട് ഇത് അള്ളാഹു ഇറക്കിയ വേദമാണ് എന്ന് വ്യാജവും കള്ളവും പറഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള വേദങ്ങളാണ് നിലവിലിരിക്കുന്ന ഇസ്ലാമിന്റെ മുമ്പിൽ നിലവിലിരിക്കുന്ന വേദങ്ങളൊക്കെ എന്ന് പൂർവ്വവേദങ്ങളെ സംബന്ധിച്ച് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഖുർആൻ ശരിവെക്കുന്നു എന്ന് പറഞ്ഞതിന്റെ വധ തൗറാത്തിനെ മുഴുവനായി ശരിവെക്കുന്നു, ഇഞ്ചീലിനെ മുഴുവനായി ശരിവെക്കുന്നു എന്നതാണെങ്കിൽ ഇപ്പം വേദക്കാരുടെ കയ്യിലുള്ള വേദത്തെ പറ്റി അല്ല തന്നെ അത് എന്ന് വളരെ വ്യക്തമാണ്. അവരുടെ കയ്യിൽ സത്യവേദം ഉണ്ടായിരുന്നെങ്കിൽ ആ സത്യവേദത്തെ സത്യപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അതിലുള്ളതിനെ സത്യപ്പെടുത്തുന്നു എന്നതിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ മാസത്തിൽ വിവരിച്ചതുപോലെ സത്യപ്പെടുത്തുകയും സത്യപ്പെടുത്തേണ്ടതിനെ സത്യപ്പെടുത്തുകയും കളവാക്കേണ്ടതിനെ കളവാക്കുകയും ചെയ്യുന്ന ഗന്ധം എന്നാണ്. അതിന് മുഫസ്സിരീങ്ങളായ പ്രഗത്ഭരായ ആളുകളൊക്കെ ഈ മാതിരി ആയത്തുകളെയൊക്കെ എടുത്തുദ്ധരിച്ചിട്ട് സംയോജിപ്പിക്കാൻ വേണ്ടി അർത്ഥകൽപ്പന നടത്തുന്നത്. അതായത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി അയ് വമുക്കദ്ദിബൻ, ശരിയല്ലാത്തത് ശരിയല്ലെന്ന് പറയാനും സത്യമായത് സത്യമാണെന്ന് വിവരിക്കാനുമുള്ള ഗന്ധം. അപ്പൊ സത്യവും അസത്യവും വിവേചിക്കുന്ന, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന മാനദണ്ഡം എന്നാണ് വിശുദ്ധ ഖുർആൻ തസ്ദീഖാണ്, വിശുദ്ധ ഖുർആൻ മുസദ്ദിഖാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതല്ല, വേദത്തിൽ പറഞ്ഞിട്ടുള്ള ചില വസ്തുതകളെ സംബന്ധിച്ചാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മുത്തുനബിയുടെ വിശേഷണങ്ങൾ, ശാരീരിക വിശേഷണങ്ങളും ഉമ്മത്തിന്റെ വിശേഷണങ്ങളും അവിടുത്തെ പ്രതിനിധികളായ ഖലീഫമാരുടെ വിശേഷണങ്ങളും അടക്കം വ്യക്തമായും വേദക്കാർക്ക് അവരുടെ വേദങ്ങളിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ നൽകപ്പെട്ട വസ്തുതകളൊക്കെ സത്യമാണെന്ന് ശരിവെക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്നാണ് നമ്മുടെ മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ആ ശരിവെക്കലിന്റെ കാര്യം, സത്യമാക്കലിന്റെ കാര്യം. അതല്ലെങ്കിൽ ഉറപ്പല്ലേ സത്യങ്ങളായത് മുഴുവനും കൂടി പറഞ്ഞിട്ടുള്ള വേദങ്ങളല്ല പൂർവ്വവേദങ്ങളിൽ നിന്ന്. സത്യങ്ങളായത് മുഴുവനും കൂടി പറഞ്ഞതല്ലല്ലോ. സത്യങ്ങൾ മുഴുവനും കൂടി വരുന്നത് നബിയുടെ ഖുർആനിലും നബിയുടെ ദീനിലുമാണ്. സമ്പൂർണമാക്കിയത് അപ്പോഴാണ്. പറഞ്ഞത് സത്യമാണ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. വേദത്തിൽ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുകയാണെങ്കിൽ അതന്ന് കാലത്ത് അള്ളാഹു ഇറക്കി കൊടുത്ത വേദത്തിൽ പറഞ്ഞത് സത്യമാണ് എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് സത്യമാണ്. ഏതാ കാര്യം? ദശകൽപ്പനകൾ. ചിലപ്പോ തോറയിൽ ആ കൂടി നോക്കിയാൽ കിട്ടാനുള്ളത്, മൻഹിയാത്തും മഹ്മൂറാത്തും ആ കൂടി നോക്കിയാൽ കിട്ടാനുള്ളത് പോലെ വേദങ്ങൾ മൊത്തം നോക്കിയാൽ അതെല്ലാം തോറമല്ല, നബിയും കുത്തുബിയും എല്ലാം കൂടി എടുത്താൽ കിട്ടാനുള്ളത് മൂസാ നബിയുടേതായി ദശകൽപ്പനകൾ എന്നറിയുന്നതും പിന്നെ ക്രിസ്ത്യാനികൾക്കായി എഴുതപ്പെട്ട ഇഞ്ചീൽ എന്ന സുവിശേഷങ്ങളായി വിശേഷിപ്പിക്കപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള അപ്പോസ്തലനായ പൗലോസ് വിശദീകരിച്ചിട്ടുള്ള കുറെ നിയമങ്ങളും ഇതൊക്കെ ആകെ കിട്ടുള്ളൂ. സമ്പൂർണമല്ല ഒരിക്കലും. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തതുകൊണ്ട് ഇസ്ലാം കൈകാര്യം ചെയ്യുന്ന ധാരാളം മൗലിക വിഷയങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അവയൊക്കെ. അപ്പൊ പിന്നെ സത്യം മുഴുവൻ അവ ശരിയാണെങ്കിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടാകില്ല എന്നത് അല്ലൂമ ഹക്കുമൽ തുറക്കുന്ന ആയത്തുകൊണ്ട് തന്നെ വ്യക്തമാണല്ലോ. ഇതനുസരിച്ച് സത്യമുണ്ടായിരുന്നത് സത്യമാണെന്ന് വേദം ശരിവെച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അത് മതിയോ? നബിയുടെ കാലശേഷം ലോകാവസാനം വരേക്കും മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയോ മോക്ഷത്തിന്? പൂർവ്വവേദങ്ങളിലെ ഭാഗികമായ കാര്യങ്ങൾ, സത്യങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതിയോ? പ്രവർത്തിച്ചാൽ മതിയോ? ഇത് ഈ മോക്ഷക്കാര് പറയേണ്ടതല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന് സമ്പൂർണമാണോ? അല്ലേ?
അവസാന കാലം വരേക്കുള്ളവർക്ക് മുഴുവനുമായി അവതരിപ്പിച്ചതാണോ? അല്ലേ? കാലത്തിൽ വ്യത്യാസമില്ലാതെ അന്ത്യനാൾ വരേക്കും നിലനിൽക്കുന്നതാണോ? അല്ലേ? ഈ 3 മൗലിക കാര്യങ്ങളിൽ കൈവച്ചാലും തൊട്ടാലും കാഫിറാവും. അത് പറയാൻ വയ്യ. അപ്പൊ പച്ചക്ക് കാഫിറാകുന്ന വാദങ്ങൾ കൊണ്ടുവരാൻ വയ്യ. അത് ബോധപൂർവം മനസ്സിലാക്കിക്കൊണ്ടു തന്നെ ആ വേദക്കാർക്ക് ആ വേദം, ഈ വേദക്കാർക്ക് ഈ വേദം, ഖുർആൻകാർക്ക് ഖുർആനും എന്ന് പറയുന്ന ഒരു മഹാ അബദ്ധമായ വാദമാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അതോടുകൂടെ ഖുർആന്റെ സമ്പൂർണത പോവുകയാണ്, ഇസ്ലാമിന്റെ സമ്പൂർണത നഷ്ടപ്പെടുകയാണ്, മുത്തുനബിയുടെ സമ്പൂർണ്ണ പ്രവാചകത്വത്തിന്റെ നിയോഗവും റിസാലത്തിന്റെ അന്ത്യവും ഇതൊക്കെ ഇല്ലാതാവുകയാണ്. അപ്പൊ ആ തരത്തിൽ ഒരിക്കലും തന്നെ അതത് വേദക്കാർക്ക് അതത് വേദമനുസരിച്ച് ജീവിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് ഖുർആൻ പറയുന്നു എന്ന് പറയുന്നത് തനി വ്യാജവും മഹാ അബദ്ധവും. ക്രിസ്ത്യാനികൾ അവരുടെ വേദങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച അവസൂക്തങ്ങളും പരിഭാഷകളും വിവരണങ്ങളും എല്ലാം വായിച്ചപ്പോ എങ്ങനെയോ വെളിച്ചമില്ലാത്ത മനസ്സുകളിൽ കടന്നു കയറിയ ഇരുട്ടുമാണ്. ഇതൊന്നു മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒരിക്കലും അത് മോക്ഷമാർഗമല്ല, അത് പിഴച്ചവാദമാണ് എന്ന് മനസ്സിലാക്കാം.